ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ഒരേ രീതിയിൽ ഒരേ ടേസ്റ്റിലുള്ള രസമല്ലേ വീട്ടിൽ തയ്യാറാക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത രുചിയിലുള്ള ഒരു ബീട്രൂട്ട് രസമാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ബീട്രൂട്ട് രസം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരുപാട് വലിയ സൈസും വേണ്ട, തീരെ ചെറിയ സൈസും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു മീഡിയം സൈസുള്ള ഒരു ബീട്രൂട്ട് മതിയാവും, ഒരേ ഒരു ബീട്രൂട്ട് മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു സ്കിന്നെല്ലാം മാറ്റിയിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 4 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കാവുന്നതാണ്. വെള്ളം ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരല്പം മാത്രം വെള്ളം ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ വലിയ തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതുപോലെ ഒരു പിഞ്ച് അളവിൽ മാത്രം മുഴുവൻ ഉലുവയും കൂടി ആവശ്യമായിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 2 വറ്റൽമുളകും കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 4 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എന്നെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചെറിയുള്ളി എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ ചെറിയുള്ളിയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴണ്ട് തുടങ്ങുന്ന ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ച് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അത് ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് പിന്നെ വേണ്ടത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഈ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം 30 സെക്കൻഡ് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെറിയ രീതിക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മളത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെ പേസ്റ്റും കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് പേസ്റ്റും ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അതായത് ഈ ബീട്രൂട്ടിലുള്ള ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ആ ബീട്രൂട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, ആ ഒരു പച്ച ടേസ്റ്റ് മാറണം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയില്ല നല്ലതുപോലെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. ആ ഒരു രീതിക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടിക്കോളും കേട്ടോ. ഒരല്പസമയം നമ്മളൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മുടെ ബീട്രൂട്ടിലുള്ള ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ട് എണ്ണയൊക്കെ ഇതുപോലെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു തക്കാളി ഒന്ന് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ആ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി വേണ്ട. കൂടെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ഒരു 3 പച്ചമുളകും കൂടി, ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി വെന്തൊടയണം എന്നുള്ള ആവശ്യമില്ല, ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാവുന്നതാണ്. നമ്മൾ സാധാരണ രസത്തിൽ എങ്ങനെയാണോ എത്രത്തോളം പുളിവെള്ളം ചേർക്കുമോ ആ ഒരു രീതിക്ക് തന്നെ പുളിവെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ട് അതിൻ്റെ ഒരു ജ്യൂസാണ് കേട്ടോ ചേർക്കുന്നത്. പുളിവെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെക്കാവുന്നതാണ്. 600 ml അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം വെക്കുന്നത്. ഈ ഒരു സമയം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ചെറിയ രീതിയിലൊന്ന് തിളച്ച് തുടങ്ങട്ടെ. എന്ന് വെച്ചിട്ട് തിളച്ചിങ്ങനെ പൊങ്ങരുത്, ചെറിയ രീതിയിലൊന്ന് തിളച്ച് തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ രസം ചെറുതായിട്ട് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയാണ്. ഈ ഒരു സമയം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി. കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നമ്മളിപ്പോൾ ബീട്രൂട്ടിലാണ് ഈ രസം തയ്യാറാക്കുന്നത് വെച്ചിട്ട് ബീട്രൂട്ടിൻ്റെ ആ ഒരു മധുരം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമ്മുടെ ഈ ബീട്രൂട്ട് രസം കിട്ടുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ എന്ത് കളർഫുള്ളായിട്ടുള്ള രസമാണല്ലേ, ഒരു പ്രത്യേക രുചിയും കൂടിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം രസം തയ്യാറാക്കുമ്പോൾ ഇതുപോലൊരു ബീട്രൂട്ട് രസം ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.